ഏത്തപ്പഴവും റാഗിപ്പൊടിയും കൊണ്ട് ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങാക്കൊത്തിൻ്റെ കളർ നല്ലതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് 2 ചെറിയ ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, അങ്ങ് കുഴയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചിട്ടൊന്ന് അരിച്ചെടുത്തതാണിത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചൊന്ന് അരിച്ചെടുത്താണിത് കേട്ടോ. ഇനി ഇതിലോട്ട് 2 നുള്ളു ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലൊരു മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ട്രേയിലോട്ട് മാറ്റാം. ഞാൻ ഇതുപോലൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു വാഴയില വഴറ്റി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇതേ രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു, അണ്ടി വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചുണ്ടല്ലോ 20 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് വെന്തൊന്ന് നോക്കണേ. ടൂത്ത് പിക്ക് ഇട്ട് കുത്തിയപ്പോൾ അതാ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിതുണ്ടല്ലോ ചരുവത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത് ഈസി ആയിട്ട് ഇളകി കിട്ടും. ഇതാ നോക്കിക്കേ, നമ്മുടെ ഈ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ അങ്ങ് ഇളക്കി മാറ്റാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. റാഗി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ റാഗി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.